കുട്ടമ്പുഴയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പുതിയ മന്ദിരത്തിലേക്ക്. പുതിയ ഓഫീസ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. കുട്ടമ്പുഴയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് പുതിയ മന്ദിരമായി. KPCC പ്രസിഡന്റ് കെ സുധാകരൻ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. വളരെ ആത്മസംതൃപ്തിയോടെയാണ് ഞാൻ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു ആസ്ഥാന മന്ദിരം കെട്ടിപ്പടുക്കുക, നിങ്ങൾ പ്രവർത്തകന്മാർ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി കാണിച്ച ഐക്യവും നിങ്ങളുടെ സഹകരണവും ഒരു നല്ല മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നു എന്നത് എല്ലാ ആളുകൾക്കും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. പരിസരത്തുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഇതൊരു മാതൃകയാക്കി കാണണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ കോൺഗ്രസ് ഓഫീസുകൾ ഉണ്ടാക്കാൻ, കോൺഗ്രസ് ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാൻ എവിടെയും ആർക്കും സാധിക്കും എന്നതിന്റെ തെളിവാണ് ഈ കോൺഗ്രസ് ഭവൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടും എല്ലാറ്റിനും മുൻപിൽ നിൽക്കുന്ന, നാടിനും നാട്ടാർക്കും ലോകത്തിനു പോലും മാതൃകയാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം, ഈ രാജ്യത്തിന്റെ മതേതരത്വം, ഇതെല്ലാം ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അത് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന് നടപ്പിലാക്കി ഈ രാഷ്ട്രത്തിന്റെ മുഖം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മുഖമാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിക്കൊടുക്കാൻ സാധിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു മാതൃകയായി ഇവിടെ നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നത് കോൺഗ്രസ് ഉള്ളതുകൊണ്ട് മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മുഖമാണ് കോൺഗ്രസ് എന്നും കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു. മണ്ഡല പ്രസിഡന്റ് PP ജോഷി അധ്യക്ഷത വഹിച്ചു. ഉമ്മൻചാണ്ടി സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, KPCC അംഗം AG ജോർജ്, നേതാക്കളായ KP ബാബു, PP ഉതുപ്പാൻ, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, MS എൽദോസ്, കാന്തി വെള്ളക്കയ്യൻ, PIM ബഷീർ, സിജോ ജോസഫ്, സുനില സിബി, CP പ്രിയ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബേബി മൂലയിൽ, മണ്ഡലം സെക്രട്ടറി ബേസിൽ ജോയി തുടങ്ങിയവർ സംസാരിച്ചു. PV അൻവറിന്റെ അറസ്റ്റ് അസംബന്ധമാണെന്നും തികച്ചും കാടത്തമാണെന്നും കെ സുധാകരൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോ കോടതിക്ക് എതിരായിട്ട് പറയാൻ നമുക്കിപ്പോ പറ്റുമോ? കോടതി പറയുന്നത് കോടതിയുടെ വാക്ക്. അതിനകത്ത് എന്തെങ്കിലും വസതി ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം. ഇനി അതല്ല അതിനെ ചലഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നിയാൽ ഞങ്ങൾ ചലഞ്ച് ചെയ്യും. കോടതി പറയുന്നതെല്ലാം നമ്മൾ കണ്ണും പൂട്ടി സ്വീകരിക്കണം എന്നില്ലല്ലോ. കോടതി പറഞ്ഞതിനകത്ത് തെറ്റുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ തിരുത്താൻ നമ്മൾ ശ്രമിക്കും. ഉറപ്പായിട്ടും എന്നായിരുന്നു ആരോപണം. ആ ആരോപണം കോടതി തള്ളിയെന്നല്ലേ ഉത്തരവില്ല. അതിന്റെ അർത്ഥം അങ്ങനെയാണ്. അതൊന്ന് പരിശോധിക്കണം. ബയാസ്ഡ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കുക. ബയസ്ഡാണെങ്കിൽ അങ്ങ് വിട്ടേക്കാം, ബയസ്ഡല്ലെങ്കിൽ നമുക്കൊന്ന് ഒരു കൈ നോക്കാം. വയനാട് DCC ട്രഷറർ ആയിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് പോരായ്മ സംഭവിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കേണ്ടതില്ല എന്ന ഉത്തരവിന്മേൽ ആവശ്യമെങ്കിൽ നിയമവഴി തേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുക. ഞാൻ തന്നതെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ തന്നതാണ്. ഞാൻ കത്ത് തുറന്നു നോക്കിയില്ല. അതിനകത്ത് എന്ത് എഴുതി എന്നുള്ളത് എനിക്കറിയില്ല. പോയി വന്ന് വായിച്ചു കത്ത് ലഭിച്ചിട്ടുണ്ടല്ലോ. അകത്തുണ്ട്. കത്ത് ഞാൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ കത്തുകളെ ഞാൻ തന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോ ഞാൻ വീട്ടിൽ വിളിച്ചു. വൈഫ് ചോദിച്ചു, പറഞ്ഞ് കത്തുകളുണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തുറന്നിട്ടില്ല. ഞാൻ കത്ത് വായിച്ചിട്ടില്ല. ഈ ആത്മഹത്യയെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതലാണ്. അതിൽ അന്ന് ഒരു ഇടപെടൽ നടത്തും. ഉറപ്പായിട്ട് KPCC ഇടപെടേണ്ടതാണ് ആ വിഷയമെങ്കിൽ നിശ്ചയമായും ഇടപെട്ടിരിക്കും. ഏത് കൊമ്പത്തിരിക്കുന്ന ആളായാലും പാർട്ടിയുടെ വിരുദ്ധ നടപടിയാണ് അദ്ദേഹം ചിന്തിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും, അതേക്കുറിച്ചുള്ള നടപടി ഉണ്ടാവും. നിലവിൽ ഇപ്പോൾ 3 മുൻ DCC പ്രസിഡന്റുമാർക്ക് വേണ്ടി താൻ പണം വാങ്ങി നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് നോക്കാം. അത്രമാത്രം സത്യം അദ്ദേഹം പറഞ്ഞത് ഒരു സത്യമാണെന്നൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കാൻ മാത്രം ഒരാളിവിടെ ഈ ഭൂമിമണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളത് നോക്കാം, ഞങ്ങളത് പഠിക്കും, ഞങ്ങളത് അന്വേഷിക്കും. അങ്ങനെ
റിപ്പോർട്ട് കിട്ടിയെങ്കിൽ അതിന് പുറത്ത് നടപടി ഉണ്ടാകും. ഈ വിഷയത്തിൽ നേരത്തെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നല്ലോ പരിശോധിക്കാനായിട്ട്. അപ്പൊ ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല ഇതുവരെ. കമ്മിറ്റി വെച്ചു എന്നുള്ളത് ശരിയാണ്, KPCC വെച്ചതാണ്. ആ കമ്മിറ്റിന്റെ അകത്ത് അവർ എല്ലാ വിഷയങ്ങളും പഠിച്ചു. എന്താണ് അതിന്റെ കഥ എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പൊ പുതിയൊരു കത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി വിശദമായിട്ടുള്ള വേറൊരു കമ്മിറ്റി അല്ല, സ്വാഭാവികമായി ഇനി അതൊരു അത്യാവശ്യമായിട്ട് വന്നല്ലോ. അതുകൊണ്ട് ഞങ്ങളത് അന്വേഷിക്കും, KPCC അന്വേഷിക്കും. ബാങ്കുകളിൽ സാമ്പത്തിക ഇടപാടുകൾ അനധികൃതമായി നടത്തുകയാണ്. ഒരിക്കലും ശരിയല്ല. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ലീഗായാലും ആ സാമ്പത്തികമായ നടപടിക്രമങ്ങൾ കൃത്യമായും സത്യസന്ധമായും ചെയ്യുക എന്നതാണ്. ഞങ്ങളൊക്കെ പഠിച്ച പൊതു രാഷ്ട്രീയം അങ്ങനെയാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ചവർ അതിന്റെ ദോഷം അനുഭവിക്കേണ്ടി വരും. മീഡിയ 60 കോതമംഗലം.